മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ കമ്മിറ്റി അംഗങ്ങളുടെ പൂർണ്ണ ലിസ്റ്റിന് അംഗീകാരം നൽകും മുമ്പ് ആസൂത്രണ സമിതി യോഗം ചേർന്നു. സമിതിയുടെ വൈസ് ചെയർമാനായി ലീഗ് അംഗത്തെ നിശ്ചയിച്ചതിനെതിരെ ലീഗിലെ ഒരു വിഭാഗം രംഗത്ത്. പൂർണ്ണ ലിസ്റ്റ് അംഗീകരിക്കാൻ വീണ്ടും യോഗം വിളിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി. UDF ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലെ ആസൂത്രണ സമിതി അംഗങ്ങളെയും വൈസ് ചെയർമാനെയും തിരഞ്ഞെടുക്കുന്നതിന് അജണ്ടയില്ലാതെയാണ് ഭരണസമിതി യോഗം ചേർന്നതെന്നും പൂർണ്ണ ലിസ്റ്റിന് അംഗീകാരം നൽകുന്നതിന് മുമ്പ് ആസൂത്രണ സമിതി യോഗം ചേർന്നെന്നുമാണ് ഉയരുന്ന ആക്ഷേപം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടിയെയാണ് വൈസ് ചെയർമാനായി നിശ്ചയിച്ചിരുന്നത്. യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. കോയക്കുട്ടിയെ വൈസ് ചെയർമാനാക്കിയത് അംഗീകരിക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടതായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വൃത്തങ്ങൾ അറിയിച്ചു. ആസൂത്രണ സമിതിയുടെ വൈസ് ചെയർമാൻ പദവി DCC സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫിന് നൽകണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നതെന്നും എന്നാൽ ആദ്യ 2.5 വർഷം തങ്ങൾക്ക് വേണമെന്ന് ലീഗ് നിർബന്ധം പിടിച്ചതോടെയാണ് ലീഗിന് നൽകിയതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ് പറഞ്ഞു. ലീഗിന്റെ പ്രതിനിധിയെ അവരാണ് തീരുമാനിക്കുന്നത്. അതിൽ കോൺഗ്രസിന് ഇടപെടാനാവില്ല. അജണ്ടയില്ലാതെയാണ് യോഗം ചേർന്നതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. ബുധനാഴ്ച ചേർന്ന യോഗത്തിലെ ആദ്യ അജണ്ട ആസൂത്രണ സമിതിയും വർക്കിംഗ് ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കലുമാണെന്ന് ജോയി പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി നൽകുന്ന ലിസ്റ്റ് അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും പൂർണ്ണമായി ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം വീണ്ടും ഭരണസമിതി യോഗം ചേരുമെന്നും സെക്രട്ടറി അറിയിച്ചു. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.